എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷൻ ആണ് യാത്ര ടു ഒഫീഷ്യൽ ട്രെയിലർ. ഒരു ചോദ്യം എനിക്കുണ്ട്. ചോദിക്കണം. 11 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതാ സമയം? 12:30 ആണോ? ആണോ 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 ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. 11 മണി എന്ന് പറഞ്ഞാൽ 12:30 ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഉത്തരവാദിത്തക്കുറവുള്ള ആൾക്കാരാട്ടോ. തെലുങ്ക് പ്രത്യേകിച്ച് ഒരു സമയം പറയും, ഇടുന്നത് വേറെ എപ്പോഴെങ്കിലും ആയിരിക്കും. എന്തായാലും ഭാഗ്യമുണ്ട്, ഇപ്പോഴെങ്കിലും വന്നല്ലോ. അതെ, കാത്തിരുന്ന് എപ്പ ഇരിക്കല് തുടങ്ങിയാന്നറിയോ. എന്തായാലും യാത്ര ടു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ആണെങ്കിലും ബെസ്റ്റായിട്ട് വരട്ടെ. മമ്മൂക്ക, ജീവ ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മമ്മൂക്ക അതിൽ ഗസ്റ്റ് റോളാണ്, എന്നാലും അത്യാവശ്യം ഉണ്ടാവും. ഓക്കെ, കാണാം. మహి వి రాఘవ్. నా బిడ్డకి పుట్టుకతోనే చెవుడుందన్నా. చెవుడు వల్ల మాటలు కూడా రావు. ఏదో మిషన్ పెడితే వినపడి మాటలు వస్తాయని డాక్టర్లు చెప్పినారు. అన్నా, మాకంత స్తోమత లేదు. 28 వర్షത്തെ మన రాష్ట్రానికి ఉన్న బడ్జెట్ కి ఒక మనిషి మీద 4 లక్షలు ఖర్చు పెట్టడం ఐ డోంట్ థింక్ ఇట్ ఈస్ రైట్ సార్. నువ్వు చెప్పింది కరెక్టేనయ్యా, నాకు అర్థమైంది. కానీ మనం చెయ్యలేమన్న మాట ఈ పాపకి అర్థమయ్యేలా చెప్పు. നല്ല അർത്ഥമുള്ളെന്തോ ആണ് പറഞ്ഞത്. കറക്റ്റായിട്ട് മനസ്സിലായതുകൊണ്ട് Tell him to stop the yatra immediately. ఈ ఓటమి ఎలా ఉండాలంటే, మన దేశంలో ఎవడైనా కాంగ్రెస్ పార్టీకి ఎదురు తిరగాలంటే భయపడాలి. జగన్ రెడ్డి కడపోడు సార్. శత్రు మీద ప్రతీకారం తీర్చుకోవాలి అని నిర్ణయించుకున్నాక వాళ్ళు నాశనమైపోతారు అని తెలిసిన శత్రువుకి తల వంచరు సార్. ఈ రోజుల్లో రాజకీయం చేయాలంటే సిద్ధాంతాలు, విలువలు పనికిరావయ్యా. అవసరాలను బట్టి ముందుకు పోవాలి. ఎన్నికలు అయిపోయాక జనాల్ని మోసం చేసి నా క్రెడిబిలిటీ పోగొట్టుకోలేనన్నా. ఆ క్రెడిబిలిటీ లేని రోజు మా నాయన లేడు, నేను లేను. పదయాత్ర నువ్వు మా వైఎస్ఆర్ కొడుకు అన్నా, మాకు నాయకుడుగా నిలబడన్నా. అన్నా, ఉన్నావన్నా? అన్నా అన్నా, నేను విన్నాను, నేనున్నాను. കൊള്ളാട്ടോ. സെയിം സംഭവം തന്നെയാണ് ഇതായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു. അതായത് വൈഎസ്ആറിന്റെ പദയാത്ര മകൻ ചെയ്യുന്നു. യെസ്, സംഭവം എന്തായാലും ഇപ്പോഴുള്ള മുഖ്യമന്ത്രി അല്ലേ മുപ്പത്? അതെ, ഇപ്പോൾ ആ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൃത്യം ഈ ഒരു ഇലക്ഷൻ കണ്ട് തന്നെ തീർച്ചയായിട്ടും കറക്റ്റായിട്ട് ഇറക്കി വിടുന്നുണ്ടല്ലോ. അതായത് യാത്ര സിനിമ റിലീസായത് ഇതുപോലെ ഫെബ്രുവരി 8-നായിരുന്നു. അതുപോലെ ഇപ്പോൾ അതിന്റെ 2ാം ഭാഗം വരുന്നു, അതും ഫെബ്രുവരി 8-ന്. ഇത് ഒന്നിനൊരു മാറ്റം വരുത്തണ്ട, ഭയങ്കരമായിട്ടൊരു പിടിച്ചു കുലുക്കും. അതായത് ഇലക്ഷൻ വരുന്ന ആ ഒരു സംഭവത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെ ടോട്ടലി സംഭവങ്ങൾ മാറി മറിഞ്ഞതാണ് ആ സിനിമ കാരണം. അതെ, സത്യം. ശേഷം വീണ്ടും ഞെട്ടിക്കാൻ വേണ്ടി വരുവാണ്. എന്താണെങ്കിലും മമ്മൂക്കയ്ക്ക് തുടക്കം തന്നെ കാണിക്കുന്ന മമ്മൂക്കനെ തന്നെയാണ്. അത് തന്നെ വലിയൊരു രസം. പിന്നെ പറഞ്ഞത് കറക്റ്റായിട്ട് ഇവന് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി സംഭവം. ഭയങ്കര ഇമോഷണലായി അവന്. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു, അവന് സങ്കടമൊക്കെ വരുന്നുണ്ട് പറയുന്ന ഓരോ. എന്തിനാണെന്നറിയോ? ഇത് മനസ്സിലാവില്ലല്ലോ.
പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചുകൂടായിരുന്നോ തെണ്ടീന്ന് ഞാൻ സ്വയം നിന്നെ പഠിക്കാൻ പറ്റും തെലുങ്കാനയിലായിരുന്നു. അല്ലേ എന്നാലും എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചൊക്കെ ബോധം ഉണ്ടാവുമായിരുന്നല്ലോ, മനസ്സിലാവുമായിരുന്നല്ലോ. ഇതൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നില്ല മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യം തിരിച്ച് എന്നോട് എന്തിനാ ഇങ്ങോട്ട് ചോദിക്കണേ? അത് ശരിയാ, ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുചോദ്യം അല്ല, അല്ലേ? അതിന് ഉത്തരം നൽകണം. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വിഷമിച്ചു നിന്നത് അത് മനസ്സിലായിട്ടല്ല, ഞാൻ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. എന്താണെങ്കിലും ട്രെയിലർ നമ്മൾ കുറെ നേരം കാത്തി നിന്നിട്ട് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ, ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ടീസർ ആട്ടോ ഇതിനേക്കാളും ഇഷ്ടമായത്. ടീസറില് നമ്മള് സോണിയാഗാന്ധിന്റെ കാസ്റ്റിംഗ് അന്ന് അത് നമ്മളെ ശരിക്കും ഞെട്ടിച്ച സാധനമാണ്. ടീസറില് മമ്മൂക്കയ്ക്ക് കുറച്ചും കൂടി സ്പേസ് ഉള്ളതായിട്ട്, അതായത് ട്രെയിലറിനേക്കാൾ സ്പേസ് അതിലുണ്ട് ടീസറില്. സിനിമയിലും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, കുറച്ച് ഭാഗങ്ങളിലേ ഉണ്ടാവുള്ളൂ. മരിച്ചതിന് ശേഷം, അതായത് YSR മരിച്ചതിന് ശേഷം JSR അധികാരത്തിൽ വരുന്നതും അതിനുശേഷമുള്ള രാഷ്ട്രീയ നിലപാടുകളും കാര്യങ്ങളും പിന്നെയുള്ള മാറ്റങ്ങളും ആയിരിക്കും. ആള് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഇതൊക്കെ ഉണ്ട്. അതെ, ജയിലിൽ ഇപ്പൊ എന്തിനാ പോയത് അറിയില്ല, ഒതുക്കാൻ നോക്കുന്നവരുണ്ടാവുമല്ലോ. പിന്നെ ഇഷ്ടം പോലെ. അതുമല്ല, ഞാനിങ്ങനെ ആലോചിച്ചെന്താ അറിയോ, ഈ ഒരു സിനിമേന്റെ ഷൂട്ട് ഞാൻ ആ യാത്ര കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എത്രയോ ആൾക്കാരെ ജനങ്ങളെ വെച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. യാത്ര നല്ല സിനിമയായിരുന്നു. അത് രാഷ്ട്രീയപരമായിട്ട് രീതിയിൽ എടുക്കണ്ട, അതവിടെ ഇരിക്കട്ടെ. അല്ലാതെ നമുക്കത് സിനിമയായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര ഫീലുള്ള ഒരു കിടിലൻ സിനിമയായിരുന്നു. സത്യം. അന്ന് ഇവർ ഇത് തന്നെയാണോ ലക്ഷ്യം എന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പൊ എന്തായാലും ഇത് വാമ്പൻ, ഇതൊരു പ്രത്യേക ലക്ഷ്യം. അന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ടാണോ ഇവർ ചെയ്തെന്നുള്ളതൊന്നും നമുക്ക് അത്ര ധാരണയില്ലായിരുന്നു. പക്ഷെ ഇപ്പത്തെ കാലത്ത്, ഇപ്പത്തെ ഈ സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ റിലീസിന് വരുന്നതും ഒക്കെ. എന്താണെങ്കിലും ഗംഭീര വിജയമാവട്ടെ. 8-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. കേരളത്തിലുണ്ടോ? ഉണ്ടല്ലേ? കേരളത്തിലുണ്ട്, പക്ഷെ മലയാളത്തിലില്ല, തെലുങ്കിലുള്ള. അപ്പൊ നീ എന്തായാലും പോയി കാണും, നിനക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ എന്തായാലും കാണും. ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും എന്തായാലും സിനിമ വരാൻ സാധ്യതയില്ല, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ എന്നാലും കാണും. അതിലൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉടായ്പാണ്, പക്ഷെ കാണും, കണ്ടിരിക്കും, എന്നിട്ട് റിവ്യൂ ചെയ്യും. എന്തായാലും മോശമില്ലാത്തൊരു സിനിമയാവുന്ന തന്നെയാണ് പ്രതീക്ഷ. ജീവയുടെ നല്ലൊരു ക്യാരക്ടർ ആവട്ടെ. പിന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്താണെന്നറിയോ, ഇത് മലയാളത്തിലാണ് വരുന്നെങ്കിൽ ഒന്നുകൂടി എന്താ പറയാ, തിയേറ്ററിൽ ഒന്നും കൂടി ആള് കയറിയാണ് കേട്ടോ. അതെന്താ അറിയോ, അത്രക്കൊന്നും ഇല്ല ഇതില്. നമുക്ക് അതുകൊണ്ടാണ് മലയാളത്തിലൊന്നും ഡബ് ചെയ്ത് ശ്രമിക്കാത്തത്. ഇനിയിപ്പോ ഡബ് ചെയ്ത് വന്നാൽ തന്നെ ആൾക്കാർ എത്രത്തോളം കേറും അതിന്. പക്ഷെ അത്യാവശ്യം നല്ല ഉണ്ടെന്ന് പറഞ്ഞാലും യാത്ര 2ന്റെ ഒരു പവർ വെച്ചിട്ട് കേറി കാണും. യാത്രേന്റെ ഒരു പവർ വെച്ചിട്ട് കേറി കാണും സിനിമ. അതിന്റെ ഒരു സ്പേസ് ഇല്ല, അത്രേ ഉള്ളൂ. സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഇങ്ങോട്ട് ശരിക്കും ജീവ സിനിമയായിട്ടാണ് വരുന്നത്. നമുക്ക് ഗസ്റ്റ് റോള് അത്ര ഉള്ളൂ. ഗസ്റ്റ് റോൾ ആണെങ്കിലും കുറച്ച് സമയം ഉണ്ടെന്നുള്ളൂ. ഇവര് രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നിർത്തണല്ലോ, അതിനു വേണ്ടി മാത്രമാണ് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് സംശയമൊന്നുമില്ല. പിന്നെന്താണെന്നറിയോ, JSRന്റെ കഥ പറയുമ്പോ YSRനെ കാണിച്ചിരിക്കണം, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് കഥ പറയുന്നത്. കാരണം ആളുടെ മരണത്തിന് ശേഷം അതിന് മുൻപുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ശേഷം ആള് അധികാരത്തിലേക്ക് വരുന്നതും കാര്യങ്ങളും തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ JSR അധികാരത്തിലേക്ക് വരുന്നതിന്റെ മുന്നേ, അതായത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അതിന്റെ മുന്നേ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ചിലപ്പം സിനിമ എന്ന് തോന്നുന്നു. അതാണ് ആ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. എന്താണെങ്കിലും വരട്ടെ. എന്തായാലും ടീസറായിരുന്നു എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത്. കുറച്ചും കൂടെ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം 2 മിനിറ്റ് ഉണ്ട്. മറ്റേ ടീസർ ഉണ്ടായിരുന്നു 2 മിനിറ്റ്. അതെ, അതുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും സംഭവം കൊള്ളാം. ഇനി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഫെബ്രുവരി 8-ാം തീയതി മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.